പേടിയുണ്ടോ? ചെറുതായിട്ട്. പേടിക്കേണ്ട ഒരു കാര്യമില്ല. എന്നാലും അവിടെയല്ല ഇവിടെയല്ലേ മോനെ. നഴ്സിംഗ് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ വർക്ക് സ്പേസിൽ ഇതേപോലുള്ള ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ നിങ്ങളുടെ ഇപ്പോഴത്തെ ഇന്റേൺഷിപ്പ് പീരീഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. വെൽക്കം ടു ഡേ 5 ഓഫ് 30-day നഴ്സിംഗ് കരിയർ സീരീസ്. നഴ്സിംഗ് ഫൈനൽ ഇയർ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് പീരീഡ് ആണ് നിങ്ങളുടെ നഴ്സിംഗ് ലൈഫിലെ ഗോൾഡൻ പീരീഡ് എന്ന് പറയുന്നത്. ഈ ടൈം പീരീഡിൽ ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നിങ്ങളുടെ കരിയർ ഗ്രോത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ആദ്യം തന്നെ നിങ്ങളുടെ ഈ ഇന്റേൺഷിപ്പ് പീരീഡിൽ നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് കമ്മ്യൂണിക്കേഷൻ, ക്രിട്ടിക്കൽ തിങ്കിങ്, എംപതി ആൻഡ് ടീം വർക്ക്. ഇത് ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വർക്ക് എഫിഷ്യൻസി ഉറപ്പായിട്ടും കൂടും. രണ്ടാമത്, അടുത്ത 5 വർഷത്തിലേക്കുള്ള ഒരു റഫ് പ്ലാൻ ഇപ്പോഴേ ഉണ്ടാക്കി വെച്ചോളൂ. അതായത് നിങ്ങൾ ഏത് സെക്ടറിൽ ജോലി ചെയ്യും, ഏത് ഹോസ്പിറ്റൽ ചൂസ് ചെയ്യും, അല്ലെങ്കിൽ ഏത് കൺട്രി ചൂസ് ചെയ്യുമെന്ന് ഇപ്പോഴേ ഒരു റഫ് പ്ലാൻ ഉണ്ടാക്കിക്കൊള്ളൂ. കാരണം മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു വഴികാട്ടിയായി എന്നും കൂടെ കാണും. മൂന്നാമതായി, നിങ്ങളുടെ ക്ലിനിക്കൽ സ്കിൽസ് ഈ ഇന്റേൺഷിപ്പ് പീരീഡിൽ തന്നെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ഓസ്കി അല്ലെ സ്കിൽ ലാബ് പ്രിപ്പറേഷന് വളരെയധികം ഗുണം ചെയ്യും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് വളർത്താനാണ്. അതായത് നിങ്ങളുടെ പങ്ക്ച്വാലിറ്റി, ഡിസിപ്ലിൻ, വേ ഓഫ് അപ്രോച്ച് ആൻഡ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഇവയെല്ലാം വളർത്തുന്നതിലൂടെ നിങ്ങൾക്കൊരു നല്ല ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ നൽകുന്നു. ലാസ്റ്റ് ആൻഡ് മെയിൻലി നെറ്റ്വർക്ക് ചെയ്യൂ. അതായത് കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ സീനിയർ സ്റ്റാഫ്, അവിടുത്തെ ഡോക്ടേഴ്സ്, ഇവരുടെ എല്ലാവരുടെയും എക്സ്പീരിയൻസിൽ നിന്നും കൂടുതൽ അറിവ് നേടാൻ നിങ്ങൾ ശ്രമിക്കൂ. ഇന്റേൺഷിപ്പ് കാലഘട്ടം നന്നായി ഉപയോഗിക്കൂ. നിങ്ങളുടെ ഭാവിക്കായി ഈ സമയം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുക. അടുത്ത വീഡിയോയിൽ നഴ്സിംഗ് കഴിഞ്ഞ ഒരാൾക്ക് എന്തൊക്കെ ബ്രിഡ്ജ് കോഴ്സസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഈ വീഡിയോ നിങ്ങളുടെ നഴ്സിംഗ് പഠിക്കുന്ന ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ.